കെട്ടിപ്പടുക്കുന്ന അജണ്ടയുടെ ഭാഗമായി ബി.ജെ.പിയുടെയും ആർ.എസ്.എസ് പ്രസ്ഥാനത്തിന്റെയും മുസ്ലിം വിരുദ്ധത ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാവും. പുണ്യ റംസാൻ മാസത്തിലാണ് യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. മുസ്ലിങ്ങളെ അച്ചടക്കമില്ലാത്തവർ എന്നാണ് മോദി ആദിത്യനാഥ് അടച്ചാക്ഷേപിക്കുന്നത്. അച്ചടക്കം പഠിക്കണമെങ്കിൽ ഹിന്ദുക്കളിൽ നിന്ന് പഠിക്കണമെന്നാണ് യോഗിയുടെ പുതിയ വിവാദ പരാമർശം. കോടിക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത കുംഭമേള വളരെ സുതാര്യമായി വളരെ അച്ചടക്കത്തോടു കൂടി നടത്താൻ കഴിഞ്ഞത് ഹിന്ദുക്കളുടെ ഐക്യവും അഖണ്ഡതയും കൊണ്ടാണെന്നും അവരുടെ ഒത്തൊരുമയും മതസൗഹാർദ്ദവും മുസ്ലിങ്ങൾക്കിടയിൽ കാണാൻ കഴിയില്ല എന്നുമുള്ള തരത്തിലാണ് യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളെ താറടിച്ചുകൊണ്ട് സംസാരിച്ചത്. റോഡുകൾ നിസ്കരിക്കാനല്ല നടക്കാനുള്ളതാണ് എന്നാണ് യോഗിയുടെ മറ്റൊരു വിവാദ പരാമർശം. പുണ്യ റമദാൻ മാസത്തിൽ പലപ്പോഴും നോമ്പനുഷ്ഠിച്ചിരുന്ന മുസ്ലിങ്ങൾ ജോലിയുടെയോ മറ്റോ ഭാഗമായി പുറത്തു പോകുമ്പോഴും അല്ലാതെയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റോഡിലും മറ്റു വഴിവക്കുകളിലുമൊക്കെ നിസ്കരിക്കുന്ന ധാരാളം ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിരുന്നു. അതിനു പുറമെ കഴിഞ്ഞ ദിവസം പെരുന്നാളിനോടനുബന്ധിച്ചും പല മസ്ജിദുകളിലൂടെയും നിസ്കാര വീഡിയോകൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ കണ്ട് ശൗര്യം കൊണ്ടാണ് യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയെ വളരെ മോശമായ രീതിയിൽ ഹത്യ ചെയ്തിരിക്കുന്നത്. ഓരോ മതവിഭാഗത്തിനും അവരുടേതായ വിശ്വാസങ്ങളും പ്രാർത്ഥനാ രീതികളും ഒക്കെയുണ്ട്. മറ്റ് മതവിഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിം മതവിശ്വാസികൾ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരും ഖുർആൻ പഠിച്ചിട്ടുള്ളവരും മതപഠനം നിർബന്ധമായും നടത്തുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. കൃത്യമായ ഒരു മതപഠനമോ മതഗ്രന്ഥം അനുശാസിക്കുന്ന പോലെ ജീവിക്കുകയോ കൃത്യമായ നേരങ്ങളിൽ പ്രാർത്ഥിക്കണമെന്നുള്ള ബോധമോ ഇല്ലാത്ത ഹിന്ദു മതവിശ്വാസികളാണ് 5 നേരം കൃത്യമായ നിസ്കാരവും പ്രാർത്ഥനയും ഉള്ള മുസ്ലിങ്ങളുടെ നിസ്കാരത്തിനെ അവഹേളിക്കുന്നതെന്ന് ഓർക്കണം. വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള പോലെയോ നീണ്ട വർഷങ്ങളുടെ ഇടവേളയിൽ നടക്കുന്ന മഹാകുംഭമേള പോലെയോ അല്ല മുസ്ലിങ്ങളുടെ നിസ്കാരം. അത് എല്ലാ ദിവസവും കൃത്യമായ ശരീരശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി അവർ അനുസരിച്ചു വരുന്ന പ്രാർത്ഥനാ രീതിയാണ്. 66 കോടി പേർ പങ്കെടുത്ത കുംഭമേളയിൽ അച്ചടക്ക ലംഘനമില്ല എന്ന് യോഗിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അച്ചടക്ക ലംഘനം ഇല്ലായിരുന്നുവെങ്കിൽ കുംഭമേളയുടെ തിക്കിലും തിരക്കിലും പെട്ട് ആയിരക്കണക്കിന് പേർ മരണമടയില്ലായിരുന്നു. എത്രയൊക്കെ മറച്ചു വെച്ചാലും മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും രേഖകൾ സംസാരിക്കാത്തിടത്തോളം മാത്രമാണ് നിങ്ങൾക്ക് ഈ വാദഗതികൾ നിരത്താൻ കഴിയുന്നത്. എന്നാൽ മസ്ജിദുകളുടെ പ്രാർത്ഥനാ വേളയിൽ എല്ലാവരും മറ്റെല്ലാ ചിന്തകളും പരിത്യജിച്ച് ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥനാ നിരതരാകുന്ന കാഴ്ചയ്ക്കാണ് എപ്പോഴും സാക്ഷ്യം വഹിക്കുന്നത്. 5 നേരം നിസ്കരിച്ച നിസ്കാരത്തഴമ്പുള്ള മുസ്ലിം സഹോദരങ്ങളുള്ള നാടാണിത്. ഒരു മതവും ചെറുതല്ല. ഹിന്ദു ആവട്ടെ, മുസൽമാൻ ആവട്ടെ, ക്രിസ്ത്യനോ പാഴ്സിയോ ആവട്ടെ, അവരുടെ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസൃതമായി ജീവിക്കുക. മതങ്ങളും വിശ്വാസങ്ങളും ദൈവങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നത് തന്നെ മനുഷ്യന്റെ വഴിവിട്ട ചിന്തയെയും പ്രവൃത്തിയെയും തടഞ്ഞു വയ്ക്കാനും മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനുമാണ്. അല്ലാതെ മതത്തിന്റെ പേരിൽ പരസ്പരം അവഹേളിക്കാനും കൊല്ലാനും ഇല്ലാതാക്കുവാനും അല്ല. ഏത് മതത്തിലാണെങ്കിലും വിശ്വാസികൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കട്ടെ. അതിന് ദൈവം കേട്ടാലും ഇല്ലെങ്കിലും. വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് മതസൗഹാർദ്ദമുള്ള ഒരു ഭൂമിയിൽ ഇനിയെങ്കിലും മതവിഷം തുപ്പുന്നത് ഒന്ന് നിർത്തൂ യോഗി.